കർണാടകയിലെ വിവരങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. 4 മണിക്കാണ് യെദ്യൂരപ്പ സർക്കാർ വിശ്വാസ വോട്ട് തേടുന്നത്. ഹൈദരാബാദിലായിരുന്ന കോൺഗ്രസ് ജനതാദൾ അംഗങ്ങൾ ഇപ്പോൾ ബംഗളൂരുവിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നിയമസഭാ മന്ദിരമായ വിധാൻ സൌധ് കനത്ത സുരക്ഷാ വലയത്തിലാണ്. ഭൂരിപക്ഷം തെളിയിക്കാനാകുമെന്ന് BJP കണക്കുകൂട്ടുമ്പോൾ സർക്കാർ താഴെ വീഴുമെന്നാണ് മറുപക്ഷത്തിന്റെ ഉറച്ച വിശ്വാസം. നിയമസഭാ നടപടികൾ രാവിലെ 11 മണിക്ക് ആരംഭിക്കും. വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്നും രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, ഇനി 1 മണിക്കൂറിൽ താഴെ മാത്രമേ ഉള്ളൂ സഭാ നടപടികൾ ആരംഭിക്കാൻ. കോടതിയിൽ നിന്ന് നിർണായക തീരുമാനം പ്രോട്ടേം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നു. എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടി കേന്ദ്രങ്ങൾ അവിടെ കയ്യിലുള്ള MLA-മാരെ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള എന്തൊക്കെ സുരക്ഷാ നടപടികൾ ഒക്കെ ഉണ്ട് അവിടെ? എന്തായാലും രേണുക, 2 ക്യാമ്പുകളും വലിയ ആത്മവിശ്വാസത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. രാവിലെ മാധ്യമപ്രവർത്തകരെ കണ്ട യെദ്യൂരപ്പ അടക്കം പറഞ്ഞത് താൻ മുഖ്യമന്ത്രിയായി തുടരും, താൻ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികൾ, നാളെ കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കും, കർഷകരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും, ആഹ്ലാദ പ്രകടനത്തിന് തയ്യാറായിക്കോളൂ എന്ന് അണികളെ ആഹ്വാനം ചെയ്യുന്ന വളരെ ആത്മവിശ്വാസമുള്ള ഒരു യെദ്യൂരപ്പയാണ് നമ്മൾ രാവിലെ കണ്ടത്. അദ്ദേഹം ഇപ്പോൾ MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തുള്ള ബംഗളൂരിൽ തന്നെയുള്ള ഒരു 5 നക്ഷത്ര ഹോട്ടലിലാണ് MLA-മാർ യെദ്യൂരപ്പയ്ക്കൊപ്പമുള്ളത്. അവർ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വിധാൻ സൗധയിലേക്ക് പുറപ്പെടും എന്ന സൂചനകൾ ലഭിക്കുന്നു. നമുക്കറിയാം, ഈ ഹൈദരാബാദിൽ നിന്ന് ജനതാദൾ കോൺഗ്രസ് MLA-മാർ രാവിലെ തന്നെ ബംഗളൂരുവിൽ എത്തിക്കഴിഞ്ഞു. കനത്ത സുരക്ഷയിലാണ് അവരെ എത്തിച്ചത്. നേരത്തെ കോടതി ഉത്തരവുണ്ടായിരുന്നു അവർക്ക് യാതൊരു വിധത്തിലുള്ള മാർഗ്ഗതടസ്സവും ഉണ്ടാകരുത്, അവർക്കെല്ലാം സുരക്ഷയും നൽകണം എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിൽ 2 ഹോട്ടലുകളായി അവർ താമസിക്കുന്നു. നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളൊന്ന്, ഇന്നലെ ഹൈദരാബാദിലെ ഹോട്ടലിൽ എത്ര MLA-മാരുണ്ടായിരുന്നു, തിരിച്ചെത്ര പേർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ട ദൾ കോൺഗ്രസ് നേതാക്കൾ ആരും കൃത്യമായി ഈ MLA-മാരുടെ കണക്കുകൾ വ്യക്തമാക്കിയിട്ടില്ല. അതുതന്നെയാണ് ഇപ്പോൾ BJP ക്യാമ്പിന്റെ ആത്മവിശ്വാസവും. നേരത്തെ 2 MLA-മാർ കോൺഗ്രസ് ക്യാമ്പ് വിട്ടുപോയി എന്ന് പറഞ്ഞ് 2 MLA-മാർ തിരിച്ച് എത്തിയെന്ന ആശ്വാസ വാർത്ത രാവിലെ കോൺഗ്രസിൽ ലഭിച്ചിരുന്നു. പക്ഷേ എങ്കിലും കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ദൾ ക്യാമ്പിൽ നിന്നും MLA-മാർ ഒന്നുകിൽ വോട്ടെടുപ്പിൽ വിട്ടുനിൽക്കുക, അല്ലെങ്കിൽ ഇവർ BJPക്ക് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അവർ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, 104 MLA-മാരുടെ പിന്തുണ മാത്രമാണ് യെദ്യൂരപ്പ സർക്കാരിന് ഇപ്പോൾ ഉള്ളത്. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും യെദ്യൂരപ്പ വിശ്വാസ വോട്ട് നേടിയെടുക്കണമെങ്കിൽ എന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മറ്റ് ഒരു 7 പേരുടെ കൂടി പിന്തുണ അത് ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് യെദ്യൂരപ്പയ്ക്കും BJPക്കും മുമ്പിലുള്ളത്. 4 കോൺഗ്രസ് MLA-മാർ, ഒപ്പം 2 ദൾ MLA-മാർ, 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ, ഇതൊക്കെ അവർ ലക്ഷ്യം വെക്കുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. മറുഭാഗത്താകട്ടെ 78 കോൺഗ്രസ് MLA-മാർ, 38 ദൾ MLA-മാർ, 2 സ്വതന്ത്രർ. ഈ സ്വതന്ത്രരുടെ കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. അവർ ഈ BJPക്കൊപ്പമാണോ മറുപക്ഷത്താണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കർണാടകമാണ്, നേരത്തെ പറഞ്ഞതുപോലെ എന്തും സംഭവിക്കാം, ഏത് രീതിയിലും കാര്യങ്ങൾ മാറി മറിയാം. ഏതായാലും അല്പം മുമ്പ് നമ്മൾ ലെജിസ്ലേറ്റീവ് സെക്രട്ടറി ശ്രീ S. മൂർത്തിയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് കോടതിയുടെ ഉത്തരവിന് കാത്തിരിക്കുകയാണ്. ഈ പ്രോട്ടേം സ്പീക്കർ നിയമനത്തിലടക്കം കോടതിയുടെ ഉത്തരവിന് കാത്തിരിക്കുകയാണ്. പ്രോട്ടേം സ്പീക്കറിന്റെ മാറുന്ന സാഹചര്യം ഉണ്ടായാൽ, ബൊപ്പണ്ണയെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും പുതിയ പ്രോട്ടേം സ്പീക്കർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അല്പം വൈകിയായാലും നിയമസഭാ നടപടികൾ ആരംഭിക്കും. ഈ 11 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചാൽ ആദ്യം നടക്കുക അംഗങ്ങൾ സത്യപ്രതിജ്ഞ തന്നെയാണ്. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ വിശ്വാസ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സഭ കടക്കുക. ഏതായാലും കനത്ത സുരക്ഷ, ഏതാണ്ട് 200ഓളം വിഭാഗങ്ങളിലായി പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിധാൻ സൗധയുടെ സുരക്ഷിതത്വം നോക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷ ബംഗളൂരു നഗരത്തിൽ ഉടനീളം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അവധി ദിനമാണ് ബംഗളൂരുവിൽ. ഇന്ന് ആഴ്ച അവസാനത്തിലുള്ള അവധിയാണ്. അതുകൊണ്ട് തന്നെ റോഡുകളിലൊക്കെ വലിയ തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ പോലീസ് സംവിധാനം ജാഗരൂകരാണ്. ഒപ്പം വിവിധ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് BJP പക്ഷവും മറുപക്ഷവും തന്ത്രങ്ങൾ മെനയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. യെദ്യൂരപ്പയുടെ വലം കൈയായ ശോഭാ കരന്ദിലെ അടക്കം പറയുന്നത് തങ്ങൾക്ക് 120 MLA-മാരുടെ പിന്തുണ ഉറപ്പാണ്. അതെന്തായാലും ഈ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ട ഘട്ടത്തിൽ അതുണ്ടാകും എന്നാണ്. ഇത്തരത്തിൽ ഈ BJPയുടെ ആത്മവിശ്വാസം, ഇത്തരത്തിൽ MLA-മാർ ക്രോസ് വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്ത സാഹചര്യം ഉണ്ടായാൽ അവരെ അയോഗ്യരാക്കുന്ന കാര്യങ്ങൾ അടക്കം തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ്. ഇത്തരത്തിലുള്ള BJP ഭരണത്തിലേറിയാൽ യെദ്യൂരപ്പ തുടർന്നാൽ അവർ നിശ്ചയിക്കുന്ന സ്പീക്കറാകും അധികാരത്തിൽ വരിക. അദ്ദേഹം MLA-മാർക്ക് അനുകൂലമായി തീരുമാനമെടുക്കും. അപ്പോൾ അയോഗ്യത സംബന്ധിച്ച യാതൊരു ഭീഷണിയും MLA-മാർക്ക് മുന്നിലില്ല എന്ന വാഗ്ദാനമാണ് ഇവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇത്തരം സംഭവിച്ച ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട
സംഭവിച്ച നമ്മുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വിവിധ നിയമസഭകളിലായി. അതുകൊണ്ട് തന്നെ ഈ യെദ്യൂരപ്പ തന്റെ ഇത്രയും വർഷങ്ങൾക്കിടയിൽ 5ാമത്തെ വിശ്വാസ വോട്ടെടുപ്പാണ് നേടുന്നത്. അദ്ദേഹം പക്ഷേ രാവിലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്ത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. ഏതായാലും ഉച്ചയോട് കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനവും നിർണായകമാണ്. 11 മണിക്കാണ് സഭ നടപടികൾ ആരംഭിക്കാൻ പോകുന്നത്. സഭയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. എല്ലാ ഒരുക്കങ്ങളും അവിടെ കഴിഞ്ഞിരിക്കുന്നു. 11 മണിയോടുകൂടി സഭാ നടപടികൾ ആരംഭിക്കുന്നു. രഞ്ജിത്ത്, ഈ MLA-മാരെ സുരക്ഷിതരായി സഭയിലെത്തിക്കുക, ഈ വോട്ടെടുപ്പ് വരെ ഇവരും മറ്റ് എതിർചേരിയിലുള്ളവരുമായുള്ള യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത തരത്തിലുള്ള സുരക്ഷ ഒരുക്കുക എന്നതൊക്കെയും രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വളരെ നിർണായകമാണല്ലോ. അതിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് ആ കേന്ദ്രങ്ങളിൽ നടക്കുന്നത്? കുളിക്കാൻ പോയ MLA പോലും മറുചേരിയിൽ പോയി തിരഞ്ഞു എന്ന തരത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെയും വാർത്ത നൽകുന്നു. ആ രീതിയിൽ MLA-മാർ വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ? രേണുക, നമുക്കറിയാം ഇത്തരത്തിൽ ഈ MLA-മാരെ നേരത്തെ ഇവിടുത്തെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ ഹൈദരാബാദിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, ദളും കോൺഗ്രസും. പക്ഷേ കോടതിയുടെ ഉത്തരവ് 28 മണിക്കൂറിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കണം എന്ന രീതിയിൽ ഒരു ഉത്തരവ് വന്നതിനെ തുടർന്ന് അല്പം പരിഭ്രാന്തിയിലായിരുന്നു BJP-ക്കൊപ്പം ദൾ കോൺഗ്രസ് ക്യാമ്പും. കാരണം അവരെ ഹൈദരാബാദിൽ നിന്ന് തിരിച്ച് ഇവിടെ എത്തിക്കുക എന്നുള്ളത് വലിയ ഒരു ഉത്തരവാദിത്തമായിരുന്നു. പ്രത്യേകിച്ചും അതിനെ തുടർന്നാണ് കോടതിയുടെ ഉത്തരവ് ഉണ്ടായത്, ഇവർക്കെല്ലാം സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന രീതിയിൽ. പക്ഷേ MLA-മാരെ ഇവിടെ എത്തിക്കുന്ന സമയം വരെ കോൺഗ്രസ് ക്യാമ്പുകളിൽ അല്പമെങ്കിലും ഒരു ആശങ്ക നിലനിന്നിരുന്നു. ഇടയ്ക്ക് ദൾ MLA-മാർ സഞ്ചരിച്ചിരുന്ന വാഹനം വഴിയിൽ വെച്ച് അതിന് കേടാകുന്ന സംഭവം പോലും ഉണ്ടായി. അതൊക്കെ ഏറെ ആശങ്ക സൃഷ്ടിച്ചുവെങ്കിലും ഇപ്പോൾ ഇവിടെ നഗരത്തിലെ 2 ഹോട്ടലുകളിലായി, അതായത് JDS MLA-മാർ ഉള്ളത് ഇവിടെ ലേ മെറിഡിയൻ ഹോട്ടലിൽ, സാങ്കേ റോഡിലുള്ള ലേ മെറിഡിയൻ ഹോട്ടലിൽ JDS MLA-മാരും എംബസി ഗോൾഫ് ലിങ്ക്, ഇത് KJ ജോർജ്, മുൻ മന്ത്രി KJ ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള എംബസി ഗോൾഫ് ലിങ്ക് ഹോട്ടലിൽ കോൺഗ്രസ് MLA-മാരും ഉണ്ട് എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. അല്പസമയത്തിനകം അവർ ഈ നിയമസഭയിലേക്ക് പുറപ്പെടും. ഇപ്പോൾ BJP MLA-മാർ ഷാങ്ക്രീല എന്ന ഹോട്ടലിൽ നിന്ന് BJP MLA-മാർ വിധാൻ സൗദയിലേക്ക് പുറപ്പെട്ടു എന്ന വാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. സിദ്ധരാമയ്യ അല്പസമയത്തിനകം അസംബ്ലി ഇവിടേക്ക് എത്തും. ബൊപ്പയ്യ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രോട്ടസ്റ്റ് സ്പീക്കർ ബൊപ്പയ്യ ഇപ്പോൾ സഭയിലെത്തി സഭാ നടപടികളുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഏതായാലും സംഭവങ്ങളെല്ലാം ഇവിടെ വളരെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. MLA-മാരെ കൃത്യമായി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആര് നേടും ആര് വീഴും എന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയ ആശയക്കുഴപ്പം 2 മുന്നണികളും നിലനിൽക്കുന്നു. എന്താണ് യെദ്യൂരപ്പയുടെ മനസ്സിൽ, എന്താണ് BJP നേതൃത്വത്തിന്റെ മനസ്സിൽ എന്നറിയില്ല. ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങൾ കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റപ്പോഴും വിശ്വാസ വോട്ടെടുപ്പ് നേടാനുള്ള സമയം വെട്ടിച്ചുരുക്കിയപ്പോഴും യെദ്യൂരപ്പയുടെ ശരീരഭാഷ അതിൽ ആത്മവിശ്വാസക്കുറവ് കണ്ടെത്തിയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ തോന്നുമായിരുന്നു. പക്ഷേ ഇന്ന് വിശ്വാസ വോട്ടിന് പോകുമ്പോൾ അദ്ദേഹം ആഹ്ലാദ പ്രകടനത്തിന് തയ്യാറായിരിക്കൂ എന്ന് പറയുന്ന നിലയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ്. കൃത്യമായ ഒരു ഉറപ്പില്ലെങ്കിൽ ഒരുപക്ഷെ അതിനു മുൻപ് തന്നെ രാജിവെക്കും യെദ്യൂരപ്പ എന്ന് പോലും വാർത്തകളുണ്ട്. അപ്പോൾ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തിന്റെ സൂചനയായി നമ്മൾ കാണണം? രേണുക, നമുക്കറിയാം വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ 17-ന് സത്യപ്രതിജ്ഞ ചെയ്യും താൻ എന്ന് വ്യക്തമാക്കിയ ആളാണ് യെദ്യൂരപ്പ. ഈ ദേശീയ മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ ഈ സർവേകളടക്കം ഹങ് നിയമസഭയായിരിക്കും, തൂക്ക് നിയമസഭയായിരിക്കും എന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കുമ്പോഴും താൻ 17-ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന അമിത ആത്മവിശ്വാസം പുലർത്തുകയും ഗവർണറുടെ സഹായത്തോടെ ആണെങ്കിൽ പോലും 17-ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ആളുമാണ് യെദ്യൂരപ്പ. അതേ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം ഈ ഘട്ടത്തിലും പ്രകടിപ്പിക്കുന്നത് എന്നുള്ള സാഹചര്യം നമ്മൾ പരിശോധിക്കണം. പ്രത്യേകിച്ചും BJP ദേശീയ നേതൃത്വത്തിന്റെ വലിയ ഒരു ഇടപെടൽ ഇപ്പോൾ യെദ്യൂരപ്പയുടെ ഭാഗത്തു നിന്ന് ഇവിടുത്തെ കർണാടക ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. നമുക്കറിയാം ഈ കർണാടകയിലടക്കം ഈ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം അമിത്ഷായുടെ തന്ത്രങ്ങളായിരുന്നു. ഇവിടെ യെദ്യൂരപ്പ നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള നീക്കം BJP ദേശീയ നേതൃത്വം നടത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂർണ്ണമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും എങ്ങനെ ഏത് രീതിയിൽ ഈ ഭൂരിപക്ഷം തെളിയിക്കാനാകും എന്ന കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വ്യക്തമാകുന്നില്ല. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ദളിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു 8 MLA-മാരെങ്കിലും ഇന്ന് നിയമസഭയിൽ വോട്ടിന് എത്താതിരിക്കുക. അപ്പോൾ സ്വാഭാവികമായും സഭയിൽ ഹാജരായ അംഗങ്ങളുടെ പകുതി വെച്ചായിരിക്കും ഭൂരിപക്ഷം തീരുമാനിക്കുക, അല്ലെങ്കിൽ വിശ്വാസ പ്രമേയം പാസ്സാകാനുള്ള സാഹചര്യം ഒരുക്കുക, അല്ലെങ്കിൽ 10 MLA-മാരെങ്കിലും BJP-ക്ക് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക.
ഇതിനൊക്കെയുള്ള ചർച്ചകൾ നമുക്കറിയാം. ഇന്നലെ പുറത്തു വന്ന ശബ്ദരേഖകളടക്കം ബെല്ലാരി സഹോദരന്മാരുടെ ശബ്ദരേഖകളടക്കം പുറത്തു വന്നിരുന്നു. വലിയ വാഗ്ദാനങ്ങൾ തങ്ങൾക്ക് നൽകുന്നു എന്ന് കോൺഗ്രസും ദളും ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് 100, 150, ചിലപ്പോൾ 200 കോടികളൊക്കെ കടക്കും. വലിയ പദവികൾ വാഗ്ദാനം ചെയ്യും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ഈ MLA-മാരുമായിട്ട് നേരിട്ടല്ലെങ്കിൽ പോലും ഇവരുടെ ബന്ധുക്കളുമായി, ഇവരുടെ അടുത്ത പ്രവർത്തകരുമായി ഒക്കെ ബന്ധപ്പെട്ട് BJP ക്യാമ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന സൂചന കഴിഞ്ഞ 1-2 ദിവസമായി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുന്നു. തന്ത്രങ്ങൾ മെനഞ്ഞ് നേതാക്കൾ വിവിധ സ്ഥലങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നു. എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കുമെന്നറിയാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. ഈ 4 മണിക്കാണ് വിശ്വാസ പ്രമേയം ഇവിടെ വിധാൻ സൗദയിൽ ചർച്ചയ്ക്കെടുക്കുന്നത്. തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും സഭാ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. 11 മണിയോടെ സഭാ നടപടികൾ ആരംഭിക്കും. കുമാരസ്വാമി ഇപ്പോൾ സഭാ നടപടികളിൽ പങ്കെടുക്കാനായി പുറപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് MLA-മാരും ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ടു എന്ന വാർത്തകളും വരുന്നുണ്ട്. 11 മണിയോടുകൂടിയാണ് സഭാ നടപടികൾ ആരംഭിക്കാൻ പോവുക. അതിന് മുൻപ് നിർണായകമാകുക 10:30 തുടങ്ങുന്ന കോടതി നടപടികളാണ്. പ്രോട്ടേം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് പരിഗണിക്കാനാണ് കോടതി 10:30 ചേരുക. അതിൽ കോടതി എടുക്കുന്ന നിലപാടുകളും നിർണായകമാണ്. ER രാഗേഷ് ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. രാഗേഷ്, സഭാ നടപടികൾ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർണ്ണമാണ്. അംഗങ്ങൾ സഭയിലേക്ക് എത്തിത്തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അപ്പോഴും പ്രോട്ടേം സ്പീക്കറുടെ തീരുമാനം, അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള കോൺഗ്രസിന്റെ നടപടിയും അതിൽ തീരുമാനവും വരാനിരിക്കുന്നു. കോടതി നടപടികൾ 10:30 തന്നെ ആരംഭിക്കും എന്നാണ് അറിയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഉത്തരവ് ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? രേണുക, അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ അപേക്ഷയുമായി കോൺഗ്രസും JDS-ഉം സുപ്രീം കോടതിയെ സമീപിച്ചത്. തുടർന്ന് 10 മണിയോടുകൂടിയാണ് ഇന്ന് വാദം കേൾക്കാമെന്ന തീരുമാനം ഏതായാലും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കോടതി തന്നെയാണ് 10:30 വാദം കേൾക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും 11 മണിക്ക് സഭ ചേരാനിരിക്കുന്നു. അതിന് മുന്നോടിയായി തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം കോടതി അത്തരത്തിൽ വലിയ വിശദമായൊരു വാദങ്ങളിലേക്ക് കടക്കില്ല. പകരം ഒരു തീരുമാനം ഏതായാലും 11 മണിക്ക് മുമ്പേ ഉണ്ടാകുമെന്ന് തന്നെ ഒരു പ്രതീക്ഷ തന്നെയാണ് ഏവരും ഉള്ളത്. ഏതായാലും 10:30 കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ വാദങ്ങൾ ആദ്യം നിർത്തുക കോൺഗ്രസും JDS-ന്റെയും അഭിഭാഷകർ തന്നെയായിരിക്കും. പ്രധാനമായും 6 കാര്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. ഒന്ന്, KG ബൊപ്പയ്യയെ പ്രോട്ടേം സ്പീക്കറായി നിയമിച്ച നടപടി റദ്ദാക്കണമെന്നായിരിക്കും പ്രധാനമായും ആവശ്യപ്പെടുക. അദ്ദേഹത്തിന്റെ മുൻകാല നടപടികൾ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അതായത് സ്പീക്കറായിരുന്ന കാലയളവിൽ ഇത്തരത്തിൽ BJP MLA-മാരെ തന്നെ അയോഗ്യരാക്കിയിട്ടുണ്ട്. യെദ്യൂരപ്പ സർക്കാരിനെ എതിരായി നിലപാടെടുത്ത 11 BJP MLA-മാരെ അയോഗ്യരാക്കിയിട്ടുണ്ട് എന്ന നിലപാട് തന്നെയായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുക. മാത്രമല്ല, ഇതിനെതിരെ സുപ്രീം കോടതി വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ നടത്തിയിരുന്നു എന്ന കാര്യം കൂടി മുന്നോട്ട് വയ്ക്കും. പിന്നീട് ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ഏറ്റവും മുതിർന്ന അംഗത്തെ പ്രോട്ടേം സ്പീക്കറായി നിയമിക്കണമെന്ന ആവശ്യമായിരിക്കും മുന്നോട്ട് വയ്ക്കുക. ബൊപ്പയ്യ 5 തവണ മാത്രമാണ് MLA ആയിട്ടുള്ളത്. എന്നാൽ 8 തവണ MLA ആയ RV ദേശ്പാണ്ഡെ അടക്കമുള്ളവർ സഭയിലുണ്ട് എന്ന വാദം കൂടി കോൺഗ്രസും JDS-ഉം മുന്നോട്ട് വയ്ക്കും. ഇതിന് പുറമെയായിട്ട് ഉന്നയിക്കുന്ന മറ്റ് വാദങ്ങൾ, ഒന്ന്, നിയമസഭയിലെ എല്ലാ നടപടികളും വീഡിയോ ചിത്രീകരിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുക. കാരണം ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടക സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ എല്ലാം വീഡിയോ ചിത്രീകരിക്കണമെന്ന ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കും. നാലാമതായി ഉന്നയിക്കാൻ പോകുന്ന വിഷയം അതായത് യെദ്യൂരപ്പയെ BJP സർക്കാരിനെ അനുകൂലിക്കുന്നവരെയും എതിർക്കുന്നവരെയും അത് 2 ലോബികളായി ഇരുത്തണമെന്ന ആവശ്യം കൂടി സഭയിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രോട്ടേം സ്പീക്കറുടെ അധികാര പരിധി എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞ, ഒപ്പം തന്നെ അതിനുശേഷം നടക്കുന്ന ഫ്ലോർ ടെസ്റ്റ്, ഇതിന് പുറമെ മറ്റ് നടപടികൾ എടുക്കാൻ അദ്ദേഹത്തെ അനുവദിക്കുക എന്നാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഏതായാലും ഈ ആവശ്യങ്ങൾ ആദ്യം കോൺഗ്രസിന് വേണ്ടി JDS-ന് വേണ്ടി ഹാജരാകുന്ന മനു അഭിഷേക് സിംഗ്വി നിർത്തും. സ്വാഭാവികമായും എതിർവാദം BJP MLA-മാർക്ക് വേണ്ടി ഹാജരാകുന്ന മുകുൾ റോത്തക്കിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. പക്ഷേ വിശദമായൊരു വാദത്തിലേക്ക് കോടതി കടക്കാൻ സാധ്യതയില്ല. അതിനു മുൻപായി തന്നെ ഏതാണ്ട് 11 മണിക്ക് മുൻപായി തന്നെ ഉത്തരവ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. രേണുക, തീർച്ചയായും ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. 10:30 തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. വളരെ പെട്ടെന്ന് തന്നെ കോടതി ഈ വിഷയങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കും. പ്രോട്ടേം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീർപ്പ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കാരണം 11 മണിക്ക് തന്നെ സഭാ നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട്, അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ഒരു തീർപ്പ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും വളരെ പെട്ടെന്ന് എന്നാണ് ER രാഗേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോൺഗ്രസ് അംഗങ്ങൾ
സഭയിലേക്ക് പോകാൻ വാഹനത്തിൽ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുമാരസ്വാമി ഹോട്ടലിൽ നിന്ന് സഭയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അംഗങ്ങൾ സഭയിലേക്ക് എത്തുന്നു. 11 മണിക്കാണ് സഭാ നടപടികൾ ആരംഭിക്കുക. അതിനു മുൻപ് കോടതിയുടെ നിർണായകമായ ഉത്തരവും പ്രോട്ടേം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായകമായ ഉത്തരവും ഉണ്ടാകും. എന്നാൽ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ബിജെപിയും ഒപ്പം തന്നെ കോൺഗ്രസും JDS ക്യാമ്പും ഇന്ന് ശുഭപ്രതീക്ഷ തന്നെയാണ് വിശ്വാസ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട്